ലോഗോസ് ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവകാശമായി കിട്ടാതിരുന്ന ഗോത്രമേത്? ഉത്തരം ദാൻ ഗോത്രം. 2. ദാൻ ഗോത്രക്കാർ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ചത്? ഉത്തരം 5 പേരെ. 3. ദേശം ഒറ്റുനോക്കുന്നതിന് എവിടെ നിന്നുള്ള ആളുകളെയാണ് ദാൻ ഗോത്രക്കാർ അയച്ചത്? ഉത്തരം സോറായിൽ നിന്നും എഷ്താവോലിൽ നിന്നും. 4. ദേശം ഒറ്റുനോക്കാൻ പോയവർ എവിടെയാണ് താമസിച്ചത്? ഉത്തരം മിക്കായുടെ വീട്ടിൽ. 5. ദേശം ഒറ്റുനോക്കാൻ പോയവർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് അവർ തിരിച്ചറിഞ്ഞത്? ഉത്തരം യുവലേവ്യൻ്റെ. 6. മിക്കായുടെ വീട്ടിലെത്തിയവർ യുവലേവ്യനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ഉത്തരം 3. 7. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു, ഞാൻ അവൻ്റെ പുരോഹിതനാണ്, ഇത് പറഞ്ഞതാര്? ഉത്തരം യുവലേവ്യൻ. 8. പൂരിപ്പിക്കുക. ഞങ്ങളുടെ യാത്രയുടെ ഡാഷ് നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞ് അറിയുക. ഉത്തരം ഉദ്ദേശം. 9. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും, ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം പുരോഹിതൻ്റെ. 10. പൂരിപ്പിക്കുക. സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ ഡാഷ് നിങ്ങളെ സംരക്ഷിക്കും. ഉത്തരം കർത്താവ്. 11. ദേശം ഒറ്റുനോക്കാൻ പോയവർ മിക്കായുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് എത്തിച്ചേർന്നത്? ഉത്തരം ലായിഷിൽ. 12. ആരെപ്പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ആളുകളെയാണ് ദേശം ഒറ്റുനോക്കാൻ പോയവർ ലായിഷിൽ കണ്ടത്? ഉത്തരം സീദോന്യരെ പോലെ. 13. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടത്? ഉത്തരം 600 പേർ. 14. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ എവിടെ നിന്നാണ് പുറപ്പെട്ടത്? ഉത്തരം സോറായിലും എഷ്താവോലിലും നിന്ന്. 15. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ എവിടെ ചെന്നാണ് പാളയം അടിച്ചത്? ഉത്തരം യൂദായിലെ കിരിയാത്ത് യയാറിമിൽ. 16. ഇന്ന് ഏത് പേരിലാണ് കിരിയാത്ത് യയാറിം അറിയപ്പെടുന്നത്? ഉത്തരം മഹനേദാൻ. 17. കിരിയാത്ത് യയാറിമിൻ്റെ ഏത് ഭാഗത്താണ് മഹനേദാൻ? ഉത്തരം പടിഞ്ഞാറ്. 18. ആയുധധാരികളായ 600 പേർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് ആരുടെ ഭവനത്തിലാണ് എത്തിയത്? ഉത്തരം മിക്കായുടെ. 19. ആയുധധാരികളായ 600 പേർ ഏത് മലനാട് കടന്നാണ് മിക്കായുടെ ഭവനത്തിൽ എത്തിയത്? ഉത്തരം എഫ്രായിം. 20. ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു ഏഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞതാര്? ഉത്തരം ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന 5 പേർ. 21. ഈ ഭവനങ്ങളിലൊന്നിൽ ഒരു എഫോദും കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന 5 പേർ ആരോടാണ് പറഞ്ഞത്? ഉത്തരം തങ്ങളുടെ സഹോദരന്മാരോട്. 22. കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത് ആരാണ്? ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന 5 പേർ. 23. കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്ത സമയത്ത് പുരോഹിതൻ ആയുധധാരികളായ 600 പേരോടൊപ്പം എവിടെയായിരുന്നു നിന്നിരുന്നത്?
ഉത്തരം പടിവാതിൽക്കൽ. 24. എവിടെ നിന്നാണ് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത്? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ നിന്ന്. 25. പൂരിപ്പിക്കുക. ഒരുവൻ്റെ ഡാഷ് പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഉത്തരം വീടിനു മാത്രം. 26. മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ദാൻ ഗോത്രക്കാരെ പിന്തുടർന്നത്? ഉത്തരം അയൽവാസികളെ. 27. ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റി? ആര് ആരോടാണ് ചോദിച്ചത്? ഉത്തരം ദാൻകാർ മിക്കായോട്. 28. മിക്ക ഉണ്ടാക്കിയ ദേവന്മാരെ ആരാണ് കൈവശമാക്കിയത്? ഉത്തരം ദാൻകാർ. 29. മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവൻ്റെ പുരോഹിതനെയും കൊണ്ടുപോയത് ആര്? ഉത്തരം ദാൻകാർ. 30. മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്നു വരാം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദാൻകാർ മിക്കായോട്. 31. ദാൻകാർ തനിക്ക് ചെറുക്കാനാകാത്ത വിധം ശക്തനാണ് എന്ന് കണ്ട് മിക്ക എന്തു ചെയ്തു? ഉത്തരം വീട്ടിലേക്ക് മടങ്ങി. 32. ശങ്കയില്ലാതെയും ശാന്തരുമായി ജീവിച്ചിരുന്നത് ആര്? ഉത്തരം ലായിഷിലെ ജനങ്ങൾ. 33. ദാൻകാർ എന്താണ് ലായിഷിലെ ജനങ്ങളെ ചെയ്തത്? ഉത്തരം അവരെ വാളിനിരയാക്കി. 34. ലായിഷിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം? ഉത്തരം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. 35. ബദ്രെഹോബിലുള്ള താഴ്വരയുടെ പേര്? ഉത്തരം ലായിഷ്. 36. ദാൻകാർ പുതുക്കിപ്പണിത് താമസമാക്കിയ പട്ടണത്തിൻ്റെ പേര്? ഉത്തരം ലായിഷ്. 37. ദാൻ എന്ന പേര് നൽകിയ സ്ഥലത്തിൻ്റെ ആദ്യ പേര്? ഉത്തരം ലായിഷ്. 38. ന്യായാധിപന്മാർ 18:30 പ്രകാരം തങ്ങൾക്കായി കൊത്തുവിഗ്രഹം സ്ഥാപിച്ചത് ആര്? ഉത്തരം ദാൻകാർ. 39. മോശയുടെ പുത്രൻ്റെ പേര്? ഉത്തരം ഗർഷോം. 40. ഗർഷോമിൻ്റെ പുത്രൻ? ഉത്തരം ജോനാഥൻ. 41. പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാർ ആരായിരുന്നു? ഉത്തരം ജോനാഥനും പുത്രന്മാരും. 42. ദാൻകാർ മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിച്ചത്? ഉത്തരം ഷീലോയിൽ. 43. എത്ര കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ഷീലോയിൽ പ്രതിഷ്ഠിച്ചത്? ഉത്തരം ദൈവത്തിൻ്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം. 44. ജോനാഥനും പുത്രന്മാരും എത്ര കാലം വരെയാണ് ദാൻ ഗോത്രത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നത്? ഉത്തരം പ്രവാസകാലം വരെ.